ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചക്ക ഷേക്ക്, അഥവാ നമ്മുടെ ചക്കപ്പഴം കൊണ്ടൊരു ഷേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ചക്കപ്പഴം കിട്ടും. നമുക്ക് ചക്കപ്പഴം പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസൂടെ ചേർത്ത് നമുക്ക് അടിപൊളി ഒരു ഷേക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. മാത്രമല്ല നമ്മുടെ ഗെയിമിംഗ് ചാനൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഗിവ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഉള്ള നമ്മുടെ നേരെ അറിയണമെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോകണം. അടുക്കളയിലേക്ക് പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. നമ്മളങ്ങനെ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുക്കളയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെ മിക്സി സാധനങ്ങൾ, നമ്മുടെ ചക്കപ്പഴങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് നമ്മുടെ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ താരമായ നമ്മുടെ ചക്കപ്പഴം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നമ്മൾ വരിക്കച്ചക്കയാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. കൂഴച്ചക്ക ഉപയോഗിക്കുക, എന്നാലും വരിക്കച്ചക്ക ഇച്ചിരിയുടെ ടേസ്റ്റ് നല്ല തിക്കൊക്കെ ഉള്ളത്. മറ്റേതാണെങ്കിൽ നല്ല കുഴഞ്ഞിരിക്കും. നമ്മൾ വരിക്കച്ചക്ക നന്നായിട്ട് പഴുത്ത ഒരു ചക്കച്ചോളയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 3-4 ചക്കച്ചോളയാണ് ഏകദേശം ഒരു ഗ്ലാസ് ഷേക്കിന് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ എല്ലാ ഷേക്കിലുള്ള മെയിൻ താരമായ ബൂസ്റ്റ്, 5 രൂപയുടെ ഒരു ബൂസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, നമുക്ക് മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര, പിന്നെ 2 ഏലക്ക നമുക്ക് സാധാരണ ഈ ജ്യൂസിൽ ഇടാനായിട്ട്. വലിയൊരു ഏലക്കയാണെങ്കിൽ 1 ഏലക്ക മതി. നമുക്ക് പിന്നെ ഒരു പാല് വേണം, നല്ല പീസർ വെച്ച് കട്ടയാക്കിയ പാല്. ഞാനിപ്പോൾ ഈ കവറിൻ്റെ 1/4 ഭാഗത്തോളം പാല് നല്ലതായിട്ട് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ ഏകദേശം ഇത്രയും മതി, ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. ഐസ് ക്യൂബ് നമ്മുടെ പീസറിലൊക്കെ കിട്ടുന്ന സാധനമില്ലേ, ഐസ് ക്യൂബ്, ഐസ് എന്നൊക്കെ പറയും, അറിയാമല്ലോ. ആ സാധനം നമുക്ക് വേണം. കണ്ടില്ലേ, സാധനം നമുക്ക് വേണം ഉണ്ടാക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ ഐസ് ഇടുന്നതുകൊണ്ട് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. ഒരു കാര്യം പരിചയപ്പെടുത്താൻ മറന്നുപോയി, നമ്മുടെ മിക്സി വേണം. മിക്സിയും ജാറും ഇല്ലെങ്കിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ കറങ്ങുന്നുണ്ടോ? ഇതെല്ലാം കറങ്ങുന്നുണ്ട്, എല്ലാം സെറ്റാണ്, റെഡിയാണ്. നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വാരിക്കൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അടിച്ചെടുക്കാമെന്നായിരിക്കും നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താലേ നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഷേക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് എങ്ങനെ ശരിയാണ്. പിന്നെ നമ്മുടെ ചക്കപ്പഴം ഏകദേശം 3 ചക്കപ്പഴം ഉണ്ട്. നമുക്കിത് നമ്മുടെ സാധനത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ജാറിലേക്ക് നമ്മൾ ചടപടാന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു 4 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കണം. 2, 3, 4 4 ഐസ് ക്യൂബ്. ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ കുരു നമ്മൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ ഏലക്ക മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നാരായിട്ട് അതിനകത്ത് കിടക്കും. അതുകൊണ്ട് നമുക്ക് നേരെ അത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുരു മാത്രമായിട്ട് ഇടുന്നു. കുരു ഏകദേശം ഒരു 2-3-4 ഏലക്കയുടെ കുരു നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ശേഷം നമ്മളിത് മൂടി ഇതുപോലെ അടച്ചു വെക്കണം. ഇതേപോലെ അടച്ചു വെച്ചിട്ട് നമ്മളിത് അരച്ചെടുക്കണം ഗൈസ്. അതിനുശേഷം നമ്മളിത് മിക്സി ഓൺ ആക്കുകയാണ്. ഗൈസ് നമ്മൾ അതിനുശേഷം ഇത് തുറക്കണം. ഇത് തുറന്നിട്ട് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അത് മുറുകിയിരിക്കുവാണ്. ഇത് ഗൈസ് നല്ല അരഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നമ്മുടെ കട്ടിയായിട്ടുള്ള പാല് നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കാം, പക്ഷേ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, നമ്മുടെ ബ്ലേഡ് നല്ല സ്ട്രോങ് ആണ്. ബാക്കി നമ്മുടെ ബൂസ്റ്റ് കാര്യങ്ങൾ, നമ്മുടെ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് നമ്മുടെ ഡെക്കറേഷന് വേണ്ടി വേണമെങ്കിൽ വെച്ചോളൂ. ബൂസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ 2-3 ഐസ് ക്യൂബും കൂടെ വാരി ഇട്ട് കൊടുക്കണം. ഈ സാധനം വരുന്നില്ലല്ലോ ഇവിടെ. 4 ഏകദേശം 4 ഐസ് ക്യൂബ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര, ഏകദേശം നമ്മൾ കുറച്ച് പഞ്ചസാര, നമുക്ക് ഇവിടെ കുറച്ച് പഞ്ചസാര ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ. മധുരം ഒന്നും ഒത്തിരി ആരും കൂട്ടത്തില്ല, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ശേഷം കുറച്ച് തണുത്ത വെള്ളം നമ്മൾ കുറച്ച് മതി. നമ്മൾ ആൾറെഡി ഐസ് ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു.
കുറച്ചേരം ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഓഫാക്കിയിട്ട് തുറന്ന് നോക്കുകയാണ്. അതൊന്ന് വേഗം കാണിച്ചേ. ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ ഷേക്ക് അടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഏകദേശം ലൈറ്റ് മഞ്ഞ കളറാണ് നമുക്ക് ഷേക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അതിനുശേഷം നമ്മുടെ ജ്യൂസ് ഷേക്ക് ഇതും കൂടെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളമാണ് നമ്മുടെ ജ്യൂസ് നമ്മുടെ ഷേക്ക്. എനിക്ക് വായിൽ പിന്നെ ജ്യൂസ് എന്നാണ് വരുന്നത്. ഷേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണത്. ഇത്രയേ ഉള്ളൂ ഷേക്കിൻ്റെ കാര്യം. നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം. നമ്മുടെ ടി വിയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ മണ്ടയ്ക്ക് വിതറാം. പിന്നെ ബൂസ്റ്റ് ഒന്നും ഇട്ടില്ലെന്ന് വേണ്ട, നമുക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് മണ്ടയ്ക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മളിതുപോലെ ചക്കയൊക്കെ സൈഡിലൊക്കെ വാരി തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മണ്ടയ്ക്കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് വെച്ച് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടം നമ്മുടെ ചക്ക ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേറെ ആരുമില്ല. ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര പേടിയാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉള്ള കാര്യം ഉള്ള പോലെ നമ്മളൊന്ന് പറയാം. സത്യമായിട്ട് പറയാം. എനിക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, പറയാം. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 60% നമ്മുടെ ഷാർജ ഷേക്കിൻ്റെ ചെറിയൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ചക്കയുടെ ഒരു എന്തോ ഒരു എസൻസ് ഒക്കെ ഇട്ട പോലെ ഒരു ടേസ്റ്റാണ് ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് തോന്നുന്നത്. പിന്നെ ഏലക്കയുടെ ചെറിയൊരു അവിടെ ഇവിടെ ആയിട്ടൊരു ചെറിയ ടേസ്റ്റ്, പിന്നെ ബൂസ്റ്റിൻ്റെ ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ചെറിയ ടേസ്റ്റ്, അങ്ങനെ ടേസ്റ്റ് തോന്നുന്നത്. നമ്മുടെ അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷാർജയെക്കാട്ടിലും അടിപൊളിയായിരിക്കും നമ്മുടെ ഈ സാധനം. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ പീനട്ട് ബട്ടർ, പിന്നെ അതുപോലൊക്കെ കണ്ടൻസ് മിൽക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ ക്രിയേറ്റിവിറ്റിയുടെ അനുസരിച്ച് നല്ല നമുക്ക് ടേസ്റ്റ് തോന്നുന്ന സാധനങ്ങളെല്ലാം മാരിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊളിയാണ് ഗൈസ്, നല്ല ഒരു രക്ഷയില്ല, അടിപൊളി സാധനമാണ്. നമുക്ക് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളത് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ പോരെ, നമ്മുടെ മെയിനായി പാലും ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഉടനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക പ്ലീസ് ഗൈസ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം ഒന്ന് താഴെ ഒന്ന് നമ്മുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനം പോലെ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ ഇടിച്ച് പിടിച്ചിട്ട് നമ്മൾ നാളെ ഒരു വെറൈറ്റി ഷേക്കായിട്ടാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ ഒന്നുകൂടെ ഇടിച്ച് പൊട്ടിച്ചേക്കുക. ബൈ ബൈ ഗൈസ്, കമ്മിങ് സൂൺ, ലവ് യു ആൾ.